എല്ലാവർക്കും ഞങ്ങളുടെ പാറസ് വീടിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം അച്ഛയും പിന്നെ അപ്പയും കുറേ കിച്ചൺ സെറ്റൊക്കെ വായിക്കുന്നായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കാശുകുറ്റിയുണ്ട്. അമ്മക്കിപ്പോൾ വെള്ളം എടുത്തു. ഇത് ഓണാക്കാം. തിളക്കത്തെ കുറച്ച് ഇതെന്നൊക്കെ സാധനങ്ങളാണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്നൊക്കെ സാധനങ്ങളുണ്ടെന്ന് കാണിക്കാം. ഇതാകുമ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുന്ന ഇത് കത്തിയാണേ. 2 കത്തിയുണ്ട്. ഇതിൻ്റെ ഒരു സ്പൂൺ കാണുന്നില്ല. പിന്നെ ഇതൊരു പഞ്ചസാരയൊക്കെ ഇടാൻ പറ്റിയത്. ഇതും ഇങ്ങനെ എടുത്ത് ചുട്ടാനുള്ളത്. ഇത് കാശ് കുത്തി. ഇതും അങ്ങനെ. ഇതാണ് മറ്റേ നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് കാശുകുറ്റി. ഗ്ലാസ്, പ്ലേറ്റ്, കട്ടിംഗ് ബോർഡ്. ഇതും ഒരു കിച്ചൺ സെറ്റിൻ്റെ. ഇത് പാത്രങ്ങൾ. ഇതും പാത്രം, അടുപ്പ്. ഇത്ര ഉണ്ട്. പിന്നെ എന്നൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? തേയില, ചായ, എന്തൊക്കെ ഉണ്ടാക്കാം. എണ്ണത്തിന് ഇപ്പോൾ വെള്ളം വെച്ചേക്കുന്ന 2 എണ്ണം. അങ്ങനെ 2 എണ്ണം വെച്ചത് എന്തിനാന്ന് വെച്ചാൽ അത് 2ഉം കൂടെ ഒരുമിച്ച് വയ്ക്കുമല്ലോ. അപ്പോൾ പിന്നെ അടുത്തതും കൂടെ വെക്കേണ്ട ആവശ്യമില്ല. അത് കൊള്ളാം, നല്ല. ഓക്കെ, വെള്ളം തിളയ്ക്കാറായോ? തേയിലപ്പൊടി തേയില വെള്ളമാണ് ഇടുന്നത്. തേയിലപ്പൊടി എവിടെ? പഞ്ചസാര തിളച്ച് കാണും. ഇപ്പം നമുക്കപ്പം ഇതാദ്യം തന്നെ നമുക്ക് അച്ചയ്ക്ക് കൊടുക്കാം. ഓക്കെ, എന്നുവെച്ചാൽ സൂപ്പർ. ഇനി പാറ കുടിച്ചോ? മറ്റേ വെള്ളം ഇനി എന്നാത്തിനാ? ഇത് പാല്. പാലുണ്ടാക്കാൻ കുറച്ചോ? ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ചോ? ഒന്ന് കുറച്ച് നോക്കട്ടെ എങ്ങനെയാ കുറയ്ക്കുന്നതെന്ന്. കൊള്ളാം, സൂപ്പർ. എന്ത്? എനിക്ക് ബൂസ്റ്റ് മതി. ബൂസ്റ്റ് മേടിച്ചു വെച്ച് ഉണ്ടോ? എന്തേ? കൊള്ളാം. 2 സ്പൂൺ ഇടേണ്ടത്. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുന്ന മൂടി വെക്കാം. ഓക്കെ, നമുക്കപ്പം ഈ കാശുകുറ്റി ഓഫാക്കാം. ഓഫാക്കിക്കോ. നമുക്ക് ഈ ഗ്ലാസ് ബാർബിയുടെ ഗ്ലാസ്സൊക്കെ, ബാർബിയുടെ കിച്ചൺ സെറ്റൊക്കെ. എന്നുവെച്ചാൽ
കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാറുവിൻ്റെ കിച്ചൺ സെറ്റാണ്. അപ്പോൾ പാറു അടുത്തായിട്ട് ഉണ്ടാക്കുന്ന എന്നെ നോക്കാം. എന്നാ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി നമുക്ക് ആദ്യം അരി ഉണ്ടാക്കാം. അരി ചോറ് വെച്ചിട്ടുണ്ട്. തിളക്കത്ത വെള്ളം. അപ്പൊ നമുക്ക് അരി കഴുകാം. ഓക്കെ. ഈ വെള്ളം തിളച്ച് കാണും. അപ്പൊ നമുക്ക് അരി ഇടാം. നമുക്ക് ഈ സ്പൂണ് പഞ്ചസാരയോ എന്നൊക്കെ ഇടാനാ. അപ്പൊ അരി ഇടുക അല്ലേ? എത്ര പ്രാവശ്യം കഴുകി അരി? കുറേ പ്രാവശ്യം. ഒരു 5 പ്രാവശ്യമൊക്കെ കഴുകി കാണും അല്ലേ? ഓക്കെ. ഇപ്പം എത്ര സമയം എടുക്കും? ഇനി കുറച്ച് മൂടി വെക്കണം. മൂടി വെക്കാം. ഇനി അപ്പത്തേക്കും കുറേ സ്ഥലങ്ങൾ ഇനി ഉണ്ടാക്കാം. ആ പ്ലേറ്റ് അത് മൂടാനുള്ള സാധനം ഇല്ലേ? അതിൻ്റെ അത് ചേർത്തില്ല. ഒന്ന് നോക്കിയേ. അല്ല ഇതോ, ഈ ഇരിക്കുന്ന അടപ്പ്, ഇതോ ഈ അടപ്പ് കൊണ്ട് മൂടാൻ പറ്റുമല്ലേ? അതാണല്ലോ അതിൻ്റെ അല്ലേ? അപ്പം അതിൻ്റെ അടപ്പ് എന്ത് ചെയ്യും? ആ അടപ്പോ ഈ കാണുന്ന അത് മതി. തൽക്കാലം കൊണ്ട് മൂടാം. ഇപ്പം എന്നാ അരി തിളച്ചോ? ഇനി അത് വാർക്കണ്ടേ? കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത്. ആ കഞ്ഞിയാണോ? അപ്പം പിന്നെ വാർക്കേണ്ട കാര്യമില്ല. കഞ്ഞിക്ക് കറി എന്നാ? കറി കുറേ ഉണ്ടാക്കാം. ഇതപ്പം അവിടെ ഇരിക്കട്ടെ. കറി നമ്മൾ ഇന്നത്തല്ല ഉണ്ടാക്കുന്നത്. പിന്നെ എന്നാ അറിയാം? നമുക്ക് മീനുണ്ടാക്കാം. ചിക്കനാ? മീനും ചിക്കനും ആണോ? ഏതാ ആദ്യം ഉണ്ടാക്കുന്നത്? ചിക്കൻ. ഇപ്പോൾ ഒരു ചിക്കനും ഉള്ള. നമുക്ക് കറി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കാൻ വേണ്ടി കുറച്ച് മതി. ഇത്ര ഉള്ളേ. നമുക്കപ്പത് ഉപ്പിടാം. മഞ്ഞപ്പൊടി, മുളക്, ചിക്കൻ മസാല. നമ്മൾ ഇത്ര ഇടുന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് എടുക്കാം. എടുത്തിട്ടുണ്ട്. നമ്മളിത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് ഒരു ചിക്കനും കൂടെ റെഡിയാക്കണം. ഇതിനകത്തിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിലും ഗ്രേറ്റ് മസാല, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ അത് വേവിക്കാണ് ഇപ്പം. നമുക്ക് എടുത്ത് ഇതിലോട്ട്. ഓക്കെ. ഇനി മീൻ
മീൻ്റെ ഇത് കൂട്ടാം. എന്നാ മീനാ? നമുക്ക് ഇത് അയില അതിൽ കഴിവൊന്നും വേണ്ട. കഴുകിയതാണ്. അത് രണ്ടെണ്ണം മതി. അപ്പം അത് വേണം. മറ്റേ സമയം ആയില്ലേ? ഇല്ല, നമ്മൾ മുളക് ഇടണം. മഞ്ഞപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല. ചിക്കൻ അല്ല, ഫിഷ് മസാല. ഓക്കെ ഓക്കെ റെഡി ആയിട്ട് ഓക്കെ. ഇനി നമുക്ക് കഴിക്കാം ഫുഡ്. ആ ഇത്രയാണ് നമ്മുടെ ചോറും ചിക്കനും ഇതല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമോ?